ഈ സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള പോര് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കാലമായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം NDTVയുടെ സർവേ ഫലം പുറത്തു വന്നതിന് ശേഷം ആ പോര് കുറച്ചുകൂടെ മുറുകുന്നുണ്ട്. അതായത് ഈ മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്ന ഒരാളാണ് സതീശൻ. പക്ഷേ ഈ ഒരു മൊത്തത്തിലുള്ള ഒരു പോക്കൊക്കെ കണ്ടിട്ട് തോന്നുന്നത് മിക്കവാറും ഈ നേതാക്കളൊക്കെ തന്നെ സതീശനെ എടുത്ത് പുറത്ത് കളയാനുള്ള ഒരു ചാൻസ് ഇപ്പൊ കാണുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ലേ? അതായത് ഇപ്പം എത്രയൊക്കെ പറഞ്ഞിരുന്നാലും ശരി, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പ്രസക്തമായി നിന്ന ഒന്ന് തന്നെയാണ് ഇവർ തമ്മിലുള്ള ഒരു ചേരിപ്പോര്. ആ ചേരിപ്പോര് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഇതിൽ ഈ സർവേയുടെ ഡീറ്റെയിൽ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതായത് സതീശൻ മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിന് ശശി തരൂർ കടന്നുകൂടിയിട്ടുണ്ട്. അത് വളരെ നേരിയ ശതമാനം, 9.8% മാത്രമാണ് ശശി തരൂരിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. അപ്പം എങ്ങനെ ശശി തരൂർ കടന്നുകൂടി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ആ സമയം തന്നെ നമുക്കുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം നമ്മൾ നോക്കിയാൽ പിണറായി വിജയൻ വന്നിട്ട് 18%, തൊട്ട് അടുത്ത് നിൽക്കുന്നത് ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറിന് 16.9% സാധ്യത. പിന്നെ അത് കഴിഞ്ഞ് 14.7 രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നു. 14. പക്ഷേ ഞാൻ ആ ഗ്രാഫിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ NDAയുടെ അല്ലെങ്കിൽ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്ന 14.7 എന്ന് പറഞ്ഞാൽ 16.9 വലുതാണോ? എനിക്ക് തോന്നിയ ഒരു കൺഫ്യൂഷൻ അതാണ്. കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തില്ല. അതായത് 14.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 18.7 അത്രയും വലിയ ബ്ലോക്കാണ് വെച്ചിരിക്കുന്നത്, ഒരു ഓറഞ്ച് ബ്ലോക്ക്. അത്രത്തോളം വലിപ്പത്തിൽ ശൈലജ ടീച്ചർ പതുവെ താന്ന് കുറച്ച് ഇപ്പൊ ഈ പറയുന്ന 16.9 എന്ന് പറഞ്ഞാൽ 14.7 താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം, ഇത് എങ്ങനെ സംഭവിക്കുന്നു? സാധാരണ ഒരു ഗ്രാഫ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, അല്ലാതെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരെണ്ണം കയറി വന്നിട്ട് ഇങ്ങനെ വരുമല്ല ചെയ്യുന്നത്. ഈ ഗ്രാഫ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. അപ്പം ഓരോ പെർസെൻറ്റേജ് കാണിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് ഈ 14.7 എന്ന് പറയുന്ന ഇത്ര ഹൈറ്റിലേക്ക് പോയത് എന്നുള്ള കാര്യവും എൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾക്ക് ഇടവരുത്തി. എന്നാൽ ഈ ഒരു സർവേ ഫലം കനകോലുവിൻ്റെ തലയാണ്. കനകോലു വെറുതെ ഒന്നും ഇരിക്കുമല്ല. കനകോലുവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ UDF കൊടുക്കുന്ന 50 കോടി രൂപയാണ്. അല്ല, വെറുതെ അല്ല. കനകോലു ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്നുള്ള നിലയിലേക്ക് കേരളത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ കോൺഗ്രസ്സുകാരൊക്കെ ഓഫർ ചെയ്തിരിക്കുന്ന 50 കോടി രൂപയാണ്. കേരളത്തിൽ UDF എന്നിരുന്ന പാർട്ടിയെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി അയാൾക്ക് കൊടുക്കുന്ന പ്രതിഫലം, അയാൾ നടത്തുന്ന PR വർക്കിന്. പലയിടങ്ങളിലും ഈ കനകോലു എന്ന് പറഞ്ഞ BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ പലയിടങ്ങളിൽ ആ BJPയുടെ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്, കനകോലുവിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലയിടങ്ങളിൽ എങ്ങനെയാണ് BJP അധികാരത്തിലേക്ക് വരുന്നത്, എന്താണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വർഗീയതയാണ്. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും, വർഗീയതയാണ് BJP അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കീ ഫാക്ടർ എന്ന് നമ്മൾ പറയുന്നൊരു സാധനം. അപ്പം ഈ വർഗീയതയെ ആളിക്കത്തിച്ചുകൊണ്ട് BJPക്ക് വോട്ട് പിടിച്ചുകൊണ്ടിരുന്ന കനകോലു കേരളത്തിലേക്ക് വന്ന് UDFന്റെ ഈ സാരഥ്യം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവിടെ കൊടുക്കുന്നതും സെയിം സാധനം തന്നെയാണ്, വർഗീയത തന്നെയാണ് അവിടെയും കത്തിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വികസനമല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്കിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം മതമാണ്, മതത്തെക്കുറിച്ചാണ്, റിലീജിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയത, തികഞ്ഞ വർഗീയ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മൾ എന്താണോ മാറ്റാൻ ആഗ്രഹിച്ചത് അത് തിരിച്ചു വരുന്നു. അത് ഭീകരമായ പ്രശ്നമാണ്. അത് കനകോലു എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണം കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഷ്ടമാണ്, അല്ലെങ്കിൽ നാശമാണ് ശരിക്കും ഇപ്പൊ ഈ വർഗീയത ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നുന്ന ഒരു കാരണം. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കനകോലു തന്ത്രങ്ങൾ എപ്പോഴും ഫലിക്കുന്നില്ല. അത് കനകോലു ഇപ്പൊ ഇറക്കിയിരിക്കുന്ന ഈ ഒരു സർവേ എന്ന് പറഞ്ഞാൽ തീർത്തും പെയ്ഡ് സർവേ എന്ന് തന്നെ മാത്രമേ വിളിക്കാൻ കഴിയും. പെയ്ഡ് സർവേ ആണ്. കാശ് മേടിച്ചുകൊണ്ട് ഒരു സർവേ നടത്തി ആരെ ബൂസ്റ്റ് ചെയ്യണം, കൃത്യമായി കണക്കുണ്ട്. ആരെയാണ് ബൂസ്റ്റ് ചെയ്യേണ്ടത്? VD സതീശനെ മാത്രം ബൂസ്റ്റ് ചെയ്താൽ മതി, വേറെ ഒരാളെ ഞാനത് ബൂസ്റ്റ് ചെയ്യേണ്ട. എന്തുകൊണ്ടാണ് ചെന്നിത്തല, ഞാൻ അന്നും പറഞ്ഞു, ചെന്നിത്തലയാണ് VD സതീശനെക്കാട്ടിൽ കേരളക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ഒരു രാഷ്ട്രീയ നേതാവ്. എന്തുകൊണ്ട് ചെന്നിത്തല അതിനകത്ത് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സതീശന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. ശൈലജ ടീച്ചറിനെക്കാട്ടി പ്രാധാന്യം എങ്ങനെയാണ് VD സതീശന് വരുന്നത്? ശൈലജ ടീച്ചർക്കുള്ള ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അതെനിക്ക് തോന്നുന്നു പിണറായി വിജയനെ എന്ന് പറയുന്ന ഒരു നേതാവിനേക്കാൾ വലിയ പ്രാധാന്യം കേരളത്തിലുള്ള ആളുകൾ ശൈലജ ടീച്ചറിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ശൈലജ ടീച്ചർ 3ാം സ്ഥാനത്തേക്ക് വരുന്നത്? ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രാധാന്യം, ശശി തരൂരിനെക്കാട്ടി വലിയൊരു പ്രാധാന്യം എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിന് വരുന്നത്? അധികാരത്തിൽ കയറാൻ വേണ്ടി ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് BJP.
ആ BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയാകാൻ ഇത്രയും വലിയൊരു സ്ഥാനം? ശശി തരൂർ 9.8 ആണെങ്കിൽ ഇയാൾ 14.7. എങ്ങനെ വന്നു ഈ 6 ഡിഫറൻസ്? ഇതാണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ തന്നെ കടമെടുത്തു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്, ആരുടെയോ സന്തോഷത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒന്നാണെന്ന് വ്യക്തമാണ്. അപ്പൊ ഈ ഒരു സർവേയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഇങ്ങനെ സർവേ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റക്കെട്ടാണ്, UDF ടീമായിട്ട് നിൽക്കുന്നു, ആ ടീമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എത്രയും പെട്ടെന്ന് വിജയിച്ച് കയറാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട കേരളക്കാരെല്ലാം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയല്ല കാര്യം. രമേശ് ചെന്നിത്തലയുടെ ആ വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ അല്ലേ എന്തും മാത്രമുണ്ട് ഇവർ തമ്മിലുള്ള വൈരാഗ്യമെന്ന്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കെ സുധാകരനായിരുന്നു VD സതീശന്റെ മുഖ്യ എതിരാളി, അല്ലാതെ പിണറായി വിജയൻ ആയിരുന്നില്ല. കെ സുധാകരനായിരുന്നു മുഖ്യ എതിരാളി. അത് നമ്മൾ കണ്ടതാണ്. ആ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിലുണ്ടായ വിജയം, അതിൽ പറയാനിരിക്കുന്ന 2 നേതാക്കൾ തമ്മിലുള്ള ആശയ ഭിന്നത ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കണ്ട ഒരു വേദി കൂടിയായിരുന്നു. അവിടെ എന്താണ് സംസാരിക്കേണ്ടിയിരുന്നത്? ആര് സംസാരിച്ചാലും വിജയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പം കെ സുധാകരൻ കയറി വരുന്നു. കെ സുധാകരൻ വന്നിട്ട് അപ്പോൾ നോക്കിയപ്പോൾ VD സതീശന്റെ മുന്നിൽ ചാനലിന്റെ മൈക്കുകളെല്ലാം കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാനല്ലേ പ്രസിഡന്റ്, ഞാനല്ലേ പറയേണ്ടത് എന്ന് കെ സുധാകരൻ ചോദിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞോളാം സതീശന്റെ ഒരു പതിവ് രീതി. ഏറ്റവും ഒടുവിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ അത് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന VD സതീശൻ തന്നെ മൈക്കെല്ലാം കൂടെ തെള്ളി അങ്ങോട്ട് നീക്കി വെച്ചു കൊടുക്കുന്നു. ഇതൊരു ഭിന്നതയുടെ തുടക്കമായിരുന്നു, അല്ലെങ്കിൽ ആ ഭിന്നത നിഴലിച്ച് കണ്ട ഒരു സംഭവമായിരുന്നു. ഭിന്നത നേരത്തെ ഉണ്ട്, ആ ഭിന്നത നിഴലിച്ച് മാധ്യമങ്ങളുടെ മുന്നിലും ജനങ്ങളുടെ മുന്നിലും തുറന്നു കാട്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ അതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരായി വന്ന ഒരു ചോദ്യത്തെ പോലും സതീശൻ നിങ്ങൾ പറയും എന്ന് പറഞ്ഞപ്പോൾ സതീശൻ പറഞ്ഞില്ല, അവിടെ പറഞ്ഞോളും പുള്ളി പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ഇത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ള കാര്യം VD സതീശൻ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അത് കേട്ട് പഞ്ചപുച്ഛം അടക്കി മാറി എന്നവരാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. എന്നാൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് അന്ന് പ്രവർത്തകർ അണിയിച്ച് ഷാൾ സ്വീകരിക്കാതിരുന്നത്? ഇവർ തമ്മിൽ അനൈക്യമൊന്നുമില്ല, അവർ വളരെ ഐക്യത്തോടെയാണ്, ഞങ്ങൾ ചേട്ടാനിജ ബന്ധമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ചേട്ടാനിജ ബന്ധമാണ്, ഞങ്ങൾ ക്രെഡിറ്റ്, ഞാൻ പറഞ്ഞു, പിന്നെ VD സതീശൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞു അങ്ങാണ് ഇത് കെ സുധാകരനാണ് തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചത്, അപ്പൊ ക്രെഡിറ്റ് നിങ്ങൾക്ക് തരും, ഞാൻ പത്രസമ്മേളനം നടത്തി എന്ന് പറഞ്ഞു. അപ്പൊ കെ സുധാകരൻ പറഞ്ഞു അത്രേ, ഞാൻ സമ്മതിക്കില്ല, എന്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണെന്ന് ഞാൻ പറയും എന്ന് ഇവർ തമ്മിൽ ക്രെഡിറ്റ് വെച്ച് മാറുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് തർക്കം ഉണ്ടായതെന്ന് പറയുന്നു. ശരി, അങ്ങനെ ക്രെഡിറ്റ് വെച്ച് മാറുന്നതുമായി നേരത്തെ തർക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് VD സതീശൻ അന്ന് പ്രവർത്തകർ കൊടുത്ത ഷാൾ സ്വീകരിച്ചില്ല? അപ്പൊ സ്വീകരിക്കേണ്ടതല്ലേ? ഇവർ തമ്മിൽ വേറെ യാതൊരു പ്രശ്നമില്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇച്ഛാഭംഗം VD സതീശൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ VD സതീശൻ ആ ഷാൾ സ്വീകരിച്ചേനെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നീ ഷാളിട്ട് നിങ്ങൾ ഷാൾ ഇട്ടോളൂ. പക്ഷെ പ്രവർത്തകരെ പോലും അവിടെ അപഹസിക്കുകയും അവരെ നിരാകരിക്കുകയും അവരെ തള്ളിക്കളയുകയും ചെയ്ത ഒരു വ്യക്തിയാണ് VD സതീശൻ. അപ്പം അവിടെ നിഴലിച്ച് കണ്ടു. അതിനുശേഷം പിന്നെ സമരാഗ്നി എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി സംസ്ഥാന സർക്കാരിനെതിരെ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു അവിടെ ഉണ്ടാക്കിയ പോകില്? ആ സമരാഗ്നിയിൽ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ VD സതീശൻ അല്പം വൈകിപ്പോയി. മാധ്യമങ്ങളുടെ തുറന്നു പിടിച്ച ക്യാമറകൾക്കും അടുത്തിരിക്കുന്ന മൈക്കുകൾക്കും മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന സുധാകരൻ തന്നെ തെറി വിളിച്ചു, അല്ലെ? പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വാക്ക് അവിടെ നിന്ന് തെറി വിളിച്ചു. ആ തെറി അപ്പോഴും പിന്നെ നമ്മുടെ ഷാനിമുൽ ഉസ്മാൻ അവിടെ നിന്ന് പ്രസിഡന്റ് TV-ക്കാരുണ്ട്, ക്യാമറ തുറന്നു വെച്ചേക്കുവാണെന്ന് ക്യാമറയുടെ മുന്നിലും മൈക്കിന്റെ കീഴിൽ വരുന്നുണ്ട് പിന്നെ സുധാകരനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു. തൊട്ടടുത്തിരുന്ന പിന്നെ എനിക്ക് തോന്നുന്നു ബാബു പ്രസാദ്, അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ടി വന്നു. DCC അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഓർമ്മിക്കുക, പ്രസിഡന്റ് മൈക്ക് ക്യാമറ. അതുകൊണ്ട് സൂപ്പർമാൻ എന്ന് പറയുന്ന ജയറാമിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് ആരും കണ്ടിട്ടില്ല. ആ സിനിമയ്ക്കകത്ത് ഈ സിദ്ദിഖ് വന്നിട്ട് ഏറ്റവും അവസാന സീക്വൻസുകളിൽ വന്നിട്ട് പറയുന്ന ഒരു പറച്ചിലുണ്ട്, ക്ലൈമാക്സ് സീനിൽ ക്യാമറ എന്ന് പറയുന്ന ഒരു, അതാണ് എനിക്ക് ഓർമ്മ വന്ന ഒരു ചിത്രം. അപ്പൊ ഇതൊക്കെ സംഭവിച്ചത് ഇതേ UDF കോൺഗ്രസ് പാർട്ടിയിലാണ്. അതിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല കോൺഗ്രസ് പാർട്ടി. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരുവിൽ തല്ലാൻ ഒരു മടിയില്ലാത്ത അവസ്ഥയിലോട്ട് കോൺഗ്രസ്സുകാർ ചെന്നെത്തിയിട്ടുണ്ട്. കാരണം ഒരു മടിയില്ല, ഞങ്ങള് തമ്മിൽ അടിയാണ് എന്ന് പറയാനാണ് അവർക്ക് ഇഷ്ടം. അതെ, 100%. അവർ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ പ്രശ്നത്തിന് ഒട്ടും അയവ് സംഭവിച്ചിട്ടില്ല. നമ്മൾ വിചാരിക്കും ചെന്നിത്തലയും VD സതീശനും അങ്ങ് മച്ചാ കമ്പനി, അല്ല. ഈ ഒരു ഒറ്റ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഐ ഗ്രൂപ്പിനെ സ്വന്തം എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത ഒരാളാണ് രമേശ് ചെന്നിത്തല. കെ കരുണാകരന്റെ മരണശേഷം ആ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ ഇദ്ദേഹം മരിച്ചതിന് ശേഷം, ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം എ ഗ്രൂപ്പ് ഇല്ല. ആ എ ഗ്രൂപ്പിന്റെ സാരഥ്യത്തിൽ നിൽക്കുകയാണ് VD സതീശൻ. അത് കഴിഞ്ഞപ്പോ പുതിയൊരു ഗ്രൂപ്പ് വന്നു, KC ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിൽ KC വേണുഗോപാൽ എന്താ ചെയ്ത്? എല്ലാരും തപ്പി പിടിച്ചെടുത്തു.
അപ്പൊ കെ.സി. വേണുഗോപാൽ നമ്മൾ ഇന്ന് പരിശോധിക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയേക്കാളും വി.ഡി. സതീശനേക്കാളും ശക്തമായ നിലയിലേക്ക് വന്നു. ഇപ്പം വി.ഡി. സതീശന്റെ പിന്നിൽ കുറെ അധികം ആൾക്കാരെ നമുക്ക് കാണാം അവിടെ നിന്നുകൊണ്ട് പിന്നെ പത്രസമ്മേളനം വിളിക്കുന്ന സമയത്തൊക്കെ. എന്നാൽ ഇവരൊക്കെ നാളെ ഈ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. ഇവരെല്ലാം നാളെ തിരിയും. കാരണം ഇപ്പം ഈ ഇതിന്റെ കോൺഗ്രസിന്റെ പറയാനും പറ്റില്ല. പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ രക്തസാക്ഷിയല്ലേ ഈ പറയുന്ന അബിൻ വർക്കി. എന്തുകൊണ്ടാണ് അബിൻ വർക്കി ഇങ്ങനെ നടക്കുന്നത്? അയാളെ പറഞ്ഞ് എന്തിനാ ഡൽഹിക്ക് വിട്ടത്? കേരളത്തിൽ കൊള്ളില്ല. കാരണം എന്താ, ഇയാള് ചെന്നിത്തലയുടെ ആളാണ്. ചെന്നിത്തലയുടെ ആളായിട്ട് നിൽക്കുന്ന ഒരാളെ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവരിക? അപ്പൊ ചെന്നിത്തലയെ ഒതുങ്ങി വി.ഡി. സതീശൻ ഒതുങ്ങി. സതീശൻ ഈ പറയുന്ന പറച്ചിലൊക്കെ ഉള്ളൂ. സതീശൻ ഒതുങ്ങിപ്പോയി. കാരണം എന്താ, ഇപ്പം ഒതുക്കി കൃത്യമായി പറഞ്ഞ ചരട് മുഴുവൻ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് കെ.സി. വേണുഗോപാൽ തന്നെയാണ്. ഈ കെ.സി. വേണുഗോപാൽ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് മുന്നിൽ നിന്ന് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോവുക കേരളത്തിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെ.സി. വേണുഗോപാൽ അതിനുവേണ്ടി തന്നെയായിരുന്നല്ലോ കെ.സിയുടെ ലാൻഡിങ് അത് തന്നെയാണ്. ഇവിടെ കോൺഗ്രസിനെ നിയന്ത്രിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയല്ലേ ഇത്രയും നാൾ അവിടെ ഇരുന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തത്. അതെ അത് തന്നെയാണ് കെ.സി. വേണുഗോപാലിന്റെ ഉദ്ദേശം. ഈ കോൺഗ്രസിനെ ഇപ്പം കെ. സുധാകരൻ അങ്ങോട്ട് പോയി. വി.ഡി. സതീശന്റെ കൂടെ കെ. സുധാകരൻ നിൽക്കാൻ പറ്റില്ല. പൊളിറ്റിക്കലി ആയിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും നിൽക്കാൻ കഴിയില്ല. കാര്യം പുള്ളിയുടെ വീടിന്റെ പരിസരത്ത് നിന്നും ചെമ്പ് തകിടുകളും തലയുടെ രൂപമൊക്കെ കുഴിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പൊ പുള്ളി അന്ന് പറഞ്ഞൊരു പറച്ചിലുണ്ട്, വാവ് ജീവൻ പോകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്നാണ് കെ. സുധാകരൻ അതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയെല്ലാം സ്വന്തം കൂടെ നടക്കുന്നവരെ പോലും ചവിട്ടി ഒതുക്കി വിടാൻ മടിയില്ലാത്തവരായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു. അതിന്റെ അനുരണനങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. താൻ വലുതാകും എന്ന് വെച്ചാൽ ഈ നമുക്കറിയാം വി.ഡി. സതീശനെ അണികൾക്ക് പോലും താല്പര്യമില്ല. കുറച്ച് പേരുണ്ട് ഈ പിന്നെ സൈബർ ഗുണ്ടകൾ എന്ന് പറയാൻ പറ്റുന്ന, അല്ലെ സൈബർ കൊങ്ങികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പോഴും വി.ഡി. സതീശന്റെ പടമൊക്കെ ഇട്ടുണ്ട്, കൊല മാസട എന്നൊക്കെ പറയുന്നുണ്ട്, ടാഗ് ചെയ്തിട്ട് വിടുന്ന ആൾക്കാർ. അതല്ലാതെ പിന്നെ യഥാർത്ഥത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായ ഒരു കാര്യം, ഇനി അങ്ങോട്ടുള്ള കാലം കെ.സിയെ താങ്ങി നിന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്നെല്ലാവർക്കും അറിയാം. ഇത് വലിയ സ്പിരിറ്റിലേക്ക് പോകും. ഇപ്പൊ ഈ സർവേ ഫലവും പൊക്കി പിടിച്ചോണ്ട് ഇനിയിപ്പം ഇറങ്ങാനും പറ്റത്തില്ല. കാരണം ചെന്നിത്തല അത് വെട്ടി, ചെന്നിത്തല എതിർത്തു. ഇനി എങ്ങനെയാണ് പറയുന്നത്? കണ്ടില്ലേ ഞങ്ങളുടെ സർവേ ഫലം, ഞങ്ങളുടെ പിന്നെ വി.ഡി. സതീശൻ ഇപ്പൊ മുഖ്യമന്ത്രിയാവും, തേങ്ങയാണ്. ആദ്യം മുഖ്യമന്ത്രി ആവണം എന്നുണ്ടെങ്കിൽ ചെന്നിത്തല പറയണം. ചെന്നിത്തല എന്താ പറഞ്ഞു? ഇതൊക്കെ വെറുതെ ആരുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാകും. ശരിയല്ലേ? വി.ഡി. സതീശന്റെ ഇഷ്ടത്തിന് വേണ്ടി കനകൂലം ഉണ്ടാക്കിവിട്ട സാധനമാണ്. 50 കോടി രൂപ മേടിക്കുന്നതിന്റെ എന്തെങ്കിലും പണിയെടുക്കണ്ടേ? ആ പണി കാണിച്ച ഇത് നമ്മൾ ആലോചിക്കണം. ചിരട്ട ചിരകിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവർ തേങ്ങ ചിരണ്ടുന്ന സമയത്ത് ഇവിടെ കെ.സി. വേണുഗോപാൽ ചിരട്ട ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിരട്ട ചിരണ്ടി കിട്ടിയതാണ് ഈ 50 കോടി രൂപ. അവിടെ ശിബിരം നടത്തി 16 കോടി രൂപ ഈ ചിരട്ട ചിരണ്ടി ഉണ്ടാക്കിയതാ. അല്ലാതെ വേറെ ഒരു പാർട്ടിക്കാരും ഈ പറയുന്ന പോലെ കാണിക്കുന്നില്ല. ഇപ്പൊ അവർക്ക് ഗൃഹസമ്പർക്കമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇപ്പൊ അറിയിക്കുന്നത്. ഗൃഹസമ്പർക്കത്തിന് പാർട്ടി അക്കൗണ്ടിൽ നിന്ന് എടുത്ത് കാശ് കൊടുക്കുന്നെന്ന്, അല്ലെങ്കിൽ പിന്നെ ഖജനാവിൽ നിന്ന് കാശ് കൊണ്ടുപോകുന്ന തെളിയിക്കട്ടെന്നേ. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് ഗൃഹസമ്പർക്കത്തിന് കാശ് കൊടുക്കുന്നത്, തെളിയിക്കട്ടെ. ഗൃഹസമ്പർക്കത്തിന് എന്തോ പ്രശ്നം? ഇവിടെ നിന്ന് എല്ലാവരും പിന്നെ ഈ പറയുന്ന 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ് ഗൃഹസമ്പർക്കം നടത്തുന്നത്? അല്ലല്ലോ. അങ്ങനെ നടത്തുന്നവരുണ്ട്. 5 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലിൽ ഗൃഹസമ്പർക്കം നടത്തുന്ന നേതാക്കന്മാർ ഇപ്പോഴും കെ.സി. വേണുഗോപാലിന്റെ കൂടെ തന്നെ ഇല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ അവരെവിടെ 5 സ്റ്റാർ ഹോട്ടലിലെ ഗൃഹസമ്പർക്കം നടത്തുന്നത്? അത് അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ഗൃഹസമ്പർക്കം അല്ല CPM-കാർ നടത്തുന്നത്. പിന്നെ അതുപോലെ CPM-കാർ നടത്തുന്ന ഗൃഹസമ്പർക്കം കണ്ടുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനും ഓരോരുത്തരുടെ വീട്ടിൽ കയറാമെന്ന് വിചാരിക്കണ്ട. അടുപ്പിക്കത്തില്ല. കാര്യം എന്താ? കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവരാ. കോൺഗ്രസ് തമാശയല്ലെന്നേ. കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവരാണ് ഈ പറയുന്നവരെല്ലാവരും തന്നെ. അതുകൊണ്ട് പലർക്കും ഇതിനകത്ത് പിന്നെ കോൺഗ്രസ്സുകാരെ വീട്ടിലോട്ട് വന്ന് തിണ്ണയിൽ ഇരുത്തിയേക്കും. അല്ലാതെ ഇപ്പം എം.എ. ബേബി ഇവിടെ പോയിട്ട് അടുക്കളയിൽ കയറി പാത്രം കഴുകി കൊടുക്കുന്ന വലിയ വിവാദമാക്കി. എം.എ. ബേബിയുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. എം.എ. ബേബി വീട്ടിലും അങ്ങനെ തന്നെയാണ്. സ്വന്തം പാത്രം സ്വന്തമായി കഴുകി വെക്കുന്ന ശീലമുള്ള ഒരു നേതാവ് തന്നെയാണ് എം.എ. ബേബി. അപ്പൊ ആ എം.എ. ബേബി പാത്രം കഴുകി വെക്കുന്ന വലിയ വിവാദമാക്കി. ഈ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ അടുക്കളയിൽ കയറ്റാൻ ഇന്നത്തെ വീട്ടമ്മമാരാരെങ്കിലും സമ്മതിക്കൂ? ഇല്ല. എന്തിന്? ഒരു കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു കോൺഗ്രസ് നേതാവ് പോലും സഹപ്രവർത്തകരെ ഇനി അടുക്കളയ്ക്ക് അത് കയറ്റത്തില്ല. കാരണം എന്താ? പിന്നെ മോനെ പോലെയും അനിയനെ പോലെയും കൊണ്ടു നടന്ന ഒരുത്തൻ ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ കയറി കാണിച്ച അഹമ്മദികളെ കുറിച്ച് ജനം അറിഞ്ഞു തുടങ്ങി. പിന്നെ എങ്ങനെ എന്ത് വിശ്വസിച്ച് കൊണ്ടുപോകും? അവിടെ ചെന്നിട്ട് എങ്ങനെ പ്രതിരോധിക്കും? നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യത്തിന് എന്ത് മറുപടി ഇവർ പറയും? ഈ 5 വർഷം കൊണ്ട് അല്ലെ 10 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് കിഴക്കെ ഇവിടെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാനില്ല. ആക്ച്വലി അതൊക്കെയാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഈ തമ്മിത്തല്ല്. ഇപ്പൊ യു ഡി എഫിന് തന്നെ താല്പര്യമില്ല. യുഡിഎഫ് എന്ന് പറഞ്ഞ ഘടകകക്ഷികളോട് ചേർന്ന് വരുന്ന ഇവർ തമ്മിലൊരു ആശയ ഐക്യം ഉണ്ടാകാത്തിടത്തോളം കാലം രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം മുസ്ലിം ലീഗിന് അറിയാം, RSPക്ക് അറിയാം, ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു മഴ കണ്ടുകൊണ്ട് നനയാമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും നനയിൽ നടക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ നനയാനായിട്ട് കുടയും പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നവർ പറയുന്നത് കുട തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന സഹപ്രവർത്തകരുള്ള ഒരു പാർട്ടിയെ കോൺഗ്രസ് പാർട്ടി വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു, അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു.